അദ്ദേഹം ഒരു കർഷകപുത്രനെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ്. നേരത്തെ ഹരിയാന, പഞ്ചാബ് മേഖലകളില് വലിയ കർഷക പ്രക്ഷോഭം നടന്നപ്പോൾ അദ്ദേഹം സർക്കാരിനെ ശക്തമായിട്ട് വിമർശിച്ചിരുന്നു. പിന്നീട് ഗുസ്തി താരങ്ങളുടെ ഒരു പ്രക്ഷോഭം, അതിനെയും അനുകൂലിച്ച ആളാണ് ജഗദീപ് ധൻഖർ. ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസായ യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യുന്ന പ്രമേയം സംബന്ധിച്ച് സർക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതായി പറയുന്നു. അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം ലോക്സഭയിൽ വന്നതാണ്. അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒപ്പിട്ടതാണ്. പക്ഷേ രാജ്യസഭയില് 63 പ്രതിപക്ഷ അംഗങ്ങൾ മാത്രം ഒപ്പിട്ട ഒരു പ്രമേയമാണ് പരിഗണനയ്ക്ക് വന്നത്. അത് സ്വീകരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം രാജ്യസഭയിൽ ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം വ്യക്തമായിരുന്നു. പക്ഷെ ഗവൺമെന്റിന് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അതായത് പ്രതിപക്ഷ അംഗങ്ങൾ മാത്രം ഒപ്പിട്ട ഒരു നോട്ടീസ് സ്വീകരിക്കണോ എന്ന കാര്യത്തില് ചെയർമാനും സർക്കാരും തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതായിട്ടും പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ രാജിയുടെ യഥാർത്ഥ കാരണങ്ങൾ, രാഷ്ട്രീയ കാരണങ്ങൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും വ്യക്തമല്ല.